ഷവനാട ഉമ്മയുടെ ബർത്ത്ഡേ പാർട്ടിക്കാണ് വന്നത്. സർപ്രൈസ് ബർത്ത്ഡേ ആണ്. ഉമ്മ ഇതുവരെ അറിഞ്ഞില്ല. കാപ്പിൽ ബീച്ച് വെച്ചാണ് നമ്മുടെ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. നമ്മുടെ ഷവനാടെ ഉമ്മാക്ക്. നമ്മളിപ്പോ വർക്കലയാണ് നിൽക്കുന്നത്. വർക്കല ഒരു സ്മാർട്ട് ബസാറിൽ വന്ന് സാധനമൊക്കെ മേടിച്ചു. വണ്ടിയും മേടിച്ചു. ഈ വണ്ടി കൊണ്ടുപോവാ. ഇപ്പൊ പഴുത്തത് ഏത് പുഴുത്തത് ഏതെന്ന് എങ്ങനെ അറിയും? ഇതെടുത്താലോ വലിപ്പമുണ്ട്. സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഷവനാടെ ഉമ്മക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് അവിടെ ബീച്ചിൽ വെച്ചിട്ടാണ് സർപ്രൈസ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഷവനാടെ അനിയത്തിയും അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മച്ചിമ്മളെ വീട്ടിൽ പോകുന്ന ഇറങ്ങിയത്. സംഭവം വെച്ചാൽ ഷവനാടെ ഉമ്മാക്ക് അറിയത്തില്ല ഇന്ന് കാപ്പി വെച്ച് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാതിരിക്കുന്ന കാര്യം ഷവനാടെ ഉമ്മാക്ക് അറിയത്തില്ല. ഷവനാടെ വാപ്പാക്ക് അറിയാം, ഷവനാക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. എനിക്ക് ഇപ്പൊ സമയം 4 മണിയാവാൻ പോവുക. നേരെ നമ്മൾ വർക്കല കാപ്പി ബീച്ചിൽ പോവും. എന്നിട്ട് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യും. അതിനുശേഷം ഷവനാടെ വാപ്പ പുറത്ത് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ കൊണ്ട് നൈസിന് വർക്കല ബീച്ചിലോട്ട് കാപ്പി ബീച്ചിലോട്ട് കൊണ്ടുവരും. അവിടെയാണ് നമ്മുടെ സർപ്രൈസ് ഇരിക്കുന്നത്. ഷവനാടെ അനിയത്തി ഉമ്മക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഒന്ന് ഡ്രസ് കണ്ടെടുക്കാൻ വേണ്ടി ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇതിന് കേക്കും കൂടെ മേടിക്കാവുള്ളൂ. ഇപ്പൊ കേക്ക് മേടിക്കാൻ വേണ്ടി കേക്ക് സ്റ്റോറിൽ പോകാൻ പോവുകയാണ്. ഒരു കടയുണ്ട് വർക്കല. അങ്ങനെ കേക്ക് മേടിച്ചു. എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം സെറ്റാണ്. ഈ ഷവനാടെ അനിയത്തിയും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. അവരെയും കൊണ്ട് നമ്മൾ ഒരുമിച്ച് വർക്കല കാപ്പി ബീച്ചിലോട്ട് പോകും. ഷവനായൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ അവസാനമായി നമ്മൾ കാപ്പിൽ ബീച്ചിലെത്തി. ഷവനായും അനിയത്തിയും 2 അനിയന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാപ്പി ബീച്ചെത്തി. സമയം ഇപ്പം 5:45. 6 മണിക്കെല്ലാം സെറ്റ് ചെയ്യണം. ഇനിയിപ്പോ കാറിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുക. അവരെല്ലാരും ബീച്ചിന്റെ സൈഡ് തീരത്ത് തന്നെ. ഇപ്പം നമ്മളിപ്പോ നേരെ പോണത് കാപ്പിലിന്റെ അങ്ങേ അറ്റത്തൊരു ആളൊഴിഞ്ഞ തീരത്താണ്. അപ്പൊ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീരത്താണ് പോകുന്നത്. അവിടെയാണ് നമുക്ക് സെറ്റ് ചെയ്യണത്. ഷവനായും അനിയത്തിയും 2 അനിയന്മാരും ആ ബീച്ചിൽ തന്നെ ഉണ്ട്. നമ്മൾ അവരവിടെ നിർത്തിയിട്ട് കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പുറത്തു പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. തലയാണ് കൈസ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ വാപ്പ ഉമ്മായും കൊണ്ട് എത്താറായി. ഇപ്പോൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഷവന. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ബാങ്ക് കേട്ടത്. അപ്പോൾ എല്ലാവരും കൂടെ നോമ്പ് കുറിച്ച് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ആ തീരത്ത് വെച്ചിട്ടുണ്ട്. അവസാനം വഴിയൊക്കെ പറഞ്ഞെടുത്ത് അവരെത്തിയിട്ടുണ്ട്. നമ്മളെ കണ്ടതിൻ്റെ ഷോക്കിൽ നിൽക്കുകയാണ് ഉമ്മ. അപ്പോൾ ഇവരൊക്കെ എന്തോ ഇവിടെ എന്നുള്ള രീതിയിലാണ് ഉമ്മ നിൽക്കുന്നത്. ഫസ്റ്റ് ബീച്ചിലോട്ടുള്ള നോട്ടത്തിൽ ഉമ്മ ഷോക്കായി നിൽക്കുകയാണ് അവിടെ. അപ്പം പോയി വിളിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാം. അപ്പോൾ ഷവന ഉമ്മാക്ക് മേടിച്ച ഗിഫ്റ്റ് ഡ്രസ്സാണ്. അപ്പോൾ ആ ഡ്രസ്സ് കൊടുക്കുന്ന രംഗമാണ് ഞാൻ അടുത്ത് കാണാൻ പോകുന്നത്. ഷാന എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഉമ്മാക്ക് മാത്രമല്ല വാപ്പാക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിനുവേണ്ടി
അത് ഒരാഴ്ചയ്ക്ക് മുന്നേ സെറ്റാക്കിയായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ വാലറ്റിൽ പ്രിൻറ്റ് ചെയ്ത ഒരു വാലറ്റാണിത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പം അതാണ് വാപ്പാക്ക് കൊടുത്ത ഗിഫ്റ്റ്. അന്നാണെങ്കിൽ കടലിൽ നല്ല തിരയടിക്കുന്ന സമയമായതുകൊണ്ട് പോലീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ നോമ്പ് കുറിക്കാനായിട്ട് വന്നതാണ്, ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാണെന്ന് മനസ്സിലായതുകൊണ്ട് പോലീസ് അവിടെ നിന്നിട്ട് എല്ലാം വാച്ച് ചെയ്തിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ തീരം വിട്ട് തിരിച്ചു പോകാനേ തോന്നിയില്ല. അത്രയ്ക്ക് ഫീലുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നേരെ നമ്മൾ തിരിക്കുകയാണ്. ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പം സംഭവം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സബീറിന്റെ വീട്ടിൽ എത്തി. സബീറിനാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോവാ. സംഭവം അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസമേ ഒരു രക്ഷയില്ലായിരുന്നു. അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റിയ ഒരു അന്യായ ദിവസമായിരുന്നു. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു കഴിച്ചതൊക്കെ. ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ദിവസമായിരുന്നു. എല്ലാം സെറ്റായിട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മച്ചിക്ക് എന്തായാലും സർപ്രൈസ് ആയിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്. നമുക്ക് സന്തോഷമായി. അതിന് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഉമ്മച്ചിയുടെ സന്തോഷമൊക്കെ. ഷാനൊക്കെ സന്തോഷമായി കാണും. പാപ്പാക്ക് സർപ്രൈസ് ആയിട്ട് ഷാന പേഴ്സൊക്കെ കൊടുത്തായിരുന്നു അതിനകത്ത്. അപ്പോൾ അതും വീഡിയോയിലുണ്ട്, കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അവരുടെ ലൈഫിലും ഇത് മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റാണ്. നമ്മളെ ലൈഫിലും അതാണ് ഒട്ടും മറക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സെറ്റ് ദിവസമായിരുന്നു. ആദ്യമൊന്നും ഇത്ര കളറാവെന്ന് വിചാരിച്ചില്ല. പിന്നെ തീരത്ത് നമ്മൾ മാത്രമായിരുന്നു. തീരത്ത് നമ്മൾ മാത്രമുള്ള സപ്പോർട്ടായിരുന്നു. പോലീസ് വരെ ഉണ്ടായിരുന്നു സപ്പോർട്ടിന്. അപ്പം അടിപൊളിയായിരുന്നു. ഓക്കെ, പിന്നെന്തിനു പറയും.